പ്രണവ് മോഹൻലാലിന് ശേഷം വിസ്മയ മോഹൻലാലും മലയാള സിനിമയിൽ അരങ്ങേറുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കമാണ് സിനിമ. വളരെ മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ പൂജ ഇന്ന് കൊച്ചിയിൽ നടന്നു. 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ആശീർവാദ് സിനിമാസ് ആണ്. ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും ഗംഭീരമായ ടീമുള്ള സിനിമയാണ് തുടക്കം. മോഹൻലാൽ കൂടെ ഭാഗമാകുന്ന സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യാനിക് ബെൻ ആൻഡ് സ്റ്റൺ സിൽവയാണ്. യാനിക് ബെൻ ലോകയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആയിരുന്നു. അതുപോലെ എഡിറ്ററായിട്ട് വരുന്നതും ലോകയുടെ എഡിറ്ററായിട്ടുള്ള ചമൻ ചാക്കോയാണ്. 2018 എഡിറ്ററും ചമൻ ചാക്കോ ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്യുന്നത് ജോമോൻ ടി ജോൺ ആണ്. ജോമോൻ ടി ജോൺ ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് അതല്ലെങ്കിൽ ഒരു ആശീർവാദ് സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ഒരു പ്രോജക്റ്റിന് ഇത്രയും ഗംഭീര ടെക്നിക്കൽ സൈഡ് ഉണ്ടാവുന്നത് ഈ അടുത്ത കാലത്ത് എന്തായാലും ആദ്യമാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ദൃശ്യം 3ക്കും ഇതുപോലൊരു ടെക്നിക്കൽ സൈഡാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ജീതു ജോസഫിന്റെ സ്ഥിരം ടീം തന്നെയാണ് ദൃശ്യം 3യിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ആശങ്ക നിലവിൽ ആരാധകർക്കിടയിലുണ്ട്. എമ്പുരാനാണെങ്കിലും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ പഴികേട്ട സിനിമയാണ്. എന്തായാലും ആശീർവാദിന്റെ ഈ ഒരു മാറ്റം വലിയ രീതിയിൽ കയ്യടി അർഹിക്കുന്നതാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസായ ആശീർവാദ് പഴയ രീതികളിൽ നിന്ന് മാറി പുതിയ ടെക്നീഷ്യന്മാരെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ സിനിമകൾക്ക് ഗുണം ചെയ്യും. ആശീർവാദിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതാണെന്ന് അറിയില്ല. ദൃശ്യം 3യും തുടക്കവും കഴിഞ്ഞുള്ള ആശീർവാദിന്റെ പ്രോജക്റ്റും പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയാവുന്ന തുടക്കം ഒരു ആക്ഷൻ ബേസ്ഡ് ചിത്രമാണെന്നാണ് അറിയുന്നത്. ഏത് തരത്തിലുള്ള ജോണറാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മാർഷൽ ആർട്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ചിത്രമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ.